വാശിയേറിയ 400 മീറ്റർ ഹേർഡിൽസ് മത്സരത്തിന്റെ അവസാന റൗണ്ടിൽ ട്രാക്കിൽ മാറ്റുരയ്ക്കുന്നത് കേരളത്തിന് വേണ്ടി കഴിഞ്ഞ 3 ദക്ഷിണേന്ത്യൻ സ്പോർട്സ് മീറ്റിലും അത്ഭുതകരമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് തുടർച്ചയായി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ കേരള പോലീസിന്റെ അഭിമാനമായ കേരളത്തിന്റെ കറുത്ത മുത്ത് ജോൺസൺ എന്ന ബെൻ ജോൺസൺ. ആവേശം കാണിച്ച് അവിടെ ഇവിടെയും തല്ലി മനുഷ്യനെ പേടിപ്പിക്കാതെടോ. പിന്നെയും തുടങ്ങി ആംഗ്യ ഭാഷ. താനൊക്കെ ഈ IPS കൂട്ടിപ്പിടിച്ച് കാലം കഴിച്ചോ? അവൻ ആൺകുട്ടിയാ. ഹാവൂ, ആ തലക്കെട്ട് വായിച്ചപ്പോ രോമാഞ്ചം വന്നടോ. കേരള പോലീസിന്റെ അഭിമാനമായ ബെൻ ജോൺസന്റെ ഉശിരൻ പ്രകടനങ്ങൾ 1-2 തവണയല്ല, 4ാം തവണയാ അവൻ ഓവറോൾ ചാമ്പ്യൻ ആവണത്. അതുപോലൊരു ചാമ്പ്യനെ ഞാൻ സ്പോർട്സ് മന്ത്രി ആയിരിക്കെ നേരിൽ വന്ന് കണ്ട് അനുമോദിച്ചില്ലെങ്കിൽ പിന്നെ ഈ മന്ത്രിക്ക് എന്ത് അന്തസ്സാടോ ഉള്ളത്? കാര്യം എനിക്ക് ഓടാനും ചാടാനും ഒന്നും അറിയില്ലെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ അറിയാടോ. എന്നിട്ട് എവിടെ ആ കറുത്ത മുത്ത്? ഞാനിവിടെ ഉണ്ട് സാറേ. സല്യൂട്ട് ചെയ്ത് ആളെ മാനം കെടുത്താതോ. ആണുങ്ങൾ തമ്മിൽ നല്ലത് കെട്ടിപ്പിടുത്ത. ഇങ്ങോട്ട് തരാ. താങ്ക് യു സാർ. താങ്ക് യു. സന്തോഷായിടോ. സത്യം പറഞ്ഞ തന്റെ മത്സരം നേരിൽ കണ്ട് കൈയടിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്തായാലും ഈ ഒരു ഹരത്തിൽ ആ സസ്പെൻസ് അങ്ങോട്ട് പൊട്ടിക്കാം. മുനീറെ, അതിങ്ങോട്ട് എടുക്കുക, ഇതങ്ങോട്ട് പിടിക്കുക. ഇതെന്താ സാറേ? കഴിഞ്ഞ വർഷം ചാമ്പ്യൻ ആയപ്പോ താൻ എന്നോട് പറഞ്ഞൊരു കാര്യം. എന്ത് കുഴിയാ? എന്താ സ്ഥലത്തിന്റെ പേര്? മുത്തങ്ങാക്കുഴി. അങ്ങോട്ടൊരു ട്രാൻസ്ഫർ. സാധാരണ ആ സ്ഥലത്തേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫറാ കൊടുക്കാറ്. തന്റെ കാര്യം നേരെ തിരിച്ച. എന്താടോ തനിക്ക് ആ കുഴിയോട് ഇത്ര മമത? അത് പിന്നെ അവൻ പറയില്ല സാറേ, ഞാൻ പറയാം. അതൊരു സസ്പെൻസാ. വേണ്ട, സസ്പെൻസ് ആണെങ്കിൽ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. എന്തായാലും വിത്ത് പ്രമോഷനായിട്ടാണ് അങ്ങോട്ടുള്ള പോക്ക്, സബ് ഇൻസ്പെക്ടറായിട്ട്. താൻ ഒറ്റയ്ക്കല്ലടോ, കൂട്ടിന് തന്റെ ഈ താടി പോലീസുണ്ട്. ഉള്ള കാര്യം പറയാലോ സാറേ, ഞാൻ എന്റെ ജീവിതത്തിൽ 2 തവണ തോറ്റിട്ടുള്ളൂ. ഒന്ന് 8ാം ക്ലാസ്സിലും, പിന്നെ ഇപ്പോ സാറിന്റെ സ്നേഹത്തിന് മുമ്പിലും. സ്വാമി, താൻ പോലീസിൽ ചേർന്ന അന്ന് തൊട്ട് കൊണ്ടു നടക്കണ ഈ ഇരുമുടിക്കെട്ട് എന്റെ മണ്ഡലത്തിലേക്ക് തന്നെ ഇറക്കണോ? വേണ്ടായിരുന്നു അല്ലേ? എന്തായാലും സന്തോഷമായി സാർ, ഒരുപാട് നന്ദിയുണ്ട്. ഇതിലൊക്കെ എന്ത് നന്ദി പറയാനാടോ? പേരെടുത്ത് പറയാൻ ഒരു തറവാടോ, ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റോ എന്തിനധികം പറയണം? ഒരു കോച്ചിന്റെ പിൻബലം പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഓടി ജയിച്ച് ഇവിടം വരെ എത്തിയവനാ താൻ. തനിക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടടോ. ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് ഓടി ജയിക്കാൻ എന്തിനാ സാർ ഒരു കോച്ചിന്റെ പിൻബലം? ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടം തന്നെ ധാരാളല്ലേ? ഒരു മിനിറ്റ്, താങ്കൾ വന്ന്. എന്താ സാറേ? അല്ല, എന്റെ ചെറിയ മോളുടെ ഓർഡറാ. അവൾക്ക് PT ഉഷ ആവാൻ ആഗ്രഹം. അവളുടെ ഓട്ടോഗ്രാഫാ. ഇതിലൊന്ന് ഒപ്പിട്ടേ. മെഴിച്ച് നിൽക്കാതെ ഒപ്പിടറോ. അല്ലെങ്കിൽ മന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുടുംബത്തിൽ ചെന്ന് കേറിയ പുകിലാവും. അവളൊരു കാന്താരിയാണേ. ഇന്ത്യ എഴുതാൻ അറിയില്ലേ? എനിക്ക് നിർബന്ധമൊന്നുമില്ല, എന്റെ മോൾക്ക. അപ്പൊ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ അടിപൊളിയാവട്ടെ. ഇത് അന്യായ. ഉത്സവപ്പിരിവ് 5000 ഉറുപ്പ്യ.
ചന്ദ്രൻതൊടി തറവാട്ട് വകയ ഉത്സവം പറഞ്ഞിട്ട് എന്താ കാര്യം? നടത്താനുള്ള ചെലവ് നാട്ടുകാരെടുക്കണ്ടേ? ഇത്രയും കാശ് പിരിവെടുത്ത് കൊടുക്കാൻ ഭഗവതിക്ക് എന്താ എത്ര ബുദ്ധിമുട്ട് നേരെ ഒരറിഞ്ഞെടുക്കുന്ന പെൺകുട്ടികളുണ്ട് അവർക്ക്. വടക്കേ ചന്ദ്രൻതൊടിയിലെ ഗോവിന്ദമേനോൻ ഉത്സവം നടത്തിയിരുന്ന കാലത്ത് ശക്തിക്കൊത്ത വഴിപാടായിരുന്നു. ഇപ്പൊ ശക്തി ഉണ്ടാക്കാനുള്ള വഴിപാടാ, ഭഗവതിക്കല്ല, തറവാട്ടുകാർക്ക്. ദേ ഈ വീരവാദമൊക്കെ ഇവിടെ ഇങ്ങനെ കുത്തിരുന്ന് പറയാൻ കൊള്ളാം. ചന്ദ്രൻതൊടി തറവാട്ടിലെ മാധവ മേനനും മന്ത്രവുമാരും തീറ്റിപ്പോറിന കൊമ്പന്മാര് പിരിവിനിറങ്ങിയപ്പോ ചോദിച്ച് തീരുന്നതിന് മുമ്പ് വട്ടിപ്പലിശക്കെടുത്തു പെമ്പർനോത്തീരെ കെട്ടുതാലി പണയം വെച്ചോക്ക് എണ്ണി കൊടുത്തല്ലോ എല്ലാവരും. നേരെ തൊള്ളേ പല്ലില്ലാന്ന് വെച്ച് ആവേശം പറയല്ലേ, ഈ നാട് നന്നാവില്ല. വെറുതെ സുനാമി കിനാമി എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കയറണത്. എന്റെ അഭിഞ്ഞമ്മ ഇജ്ജ് മുണ്ടാണ്ട് അവിടെ കുത്തിരുന്ന ഗോപാല. പണ്ട് ഈ കൂട്ടരെ മര്യാദ പഠിപ്പിക്കാനും വേണ്ടി വിപ്ലവം പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിട്ട് പന്റെ സ്ഥിതി എന്തായി? വലത്തെ കൈകൊണ്ട് ചന്തി അഴുകി കാലം കഴിക്കേണ്ട അവസ്ഥ വന്നില്ലേ? അതിന്റെ അടുക്കിന്റെ പുന്നാര ഗോപാല ഈ നാട് നന്നൊക്കെ നിക്കല്ലേ, ഇജ്ജ് മുണ്ടാണ്ട് അവിടെ കുത്തിരുന്ന. സഖാവിന് പറ്റിയ ആള് വർഗീച്ച. മാതാവേ, സകല കൊമ്പന്മാരുണ്ടല്ലോ നായരെ. പിടിച്ചിറക്കുള്ളൂടാ നായിന്റെ മോളെ. അവിടെ അമ്മയുടെ ചന്ദ്രൻതൊടി തറവാട്ടുകാരൻ നടത്തുന്ന ഉത്സവത്തിന് വിഹിതം എണ്ണിത്തരാൻ ഈ നാട്ടിലെ ആണുങ്ങൾ മടിച്ചിട്ടില്ല. പിന്നാണ് ഈ പീക്കറി പെണ്ണ് വിളിക്കുന്നള്ള അവിടെ. അത്രയും വലിയ തുക തരാൻ ഗതിയില്ലാത്തോണ്ടാ. ഗതി ഉണ്ടാക്കി തരാനാ ഞങ്ങള് വന്നത് അല്ലേ? ഈ കച്ചവടം മോശമാണെങ്കിൽ അവൾക്ക് കൈനിറയെ കാശുണ്ടാക്കാൻ പറ്റണ കച്ചവടം ഞങ്ങൾ ഉണ്ടാക്കി തരാം. ഇക്കൂട്ടത്തിൽ ഏത് പട്ടിയാണ് ഗൗരിക്ക് കച്ചവടം ഉണ്ടാക്കാൻ വന്നത്? അത്രയ്ക്ക് തന്റെ ഇടമുള്ള തന്തയ്ക്ക് പറഞ്ഞവന്മാരുണ്ടെങ്കിൽ വാടാ. ഗൗരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശെന്ന് ഈശ്വരന്റെ പേരും പറഞ്ഞ് വിഹിതം പറ്റാൻ ഏതെങ്കിലും കൊമ്പത്തെ തറവാട്ടുകാർക്ക് മോഹമുണ്ടെങ്കിലേ ആ മോഹിച്ച തറവാട്ടിലെ കാരണന്മാരോട് ചെന്ന് പറഞ്ഞേക്കേ, അതങ്ങ് എണ്ണിത്തരാൻ ഗൗരി വേറെ ജനിക്കണമെന്ന്. ചുമ്മാ വിരട്ടാ കറങ്ങി പോടാ. ഒരു വാക്കത്തി കാണിച്ച് പേടിപ്പിച്ച് നീയാണെന്ന് പറഞ്ഞേക്കും മെടുക്കി. നിന്നെ പോലുള്ളൊരു സുന്ദരി പെണ്ണ് കാശുണ്ടാക്കാൻ വേണ്ടി എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഒന്നും മെനക്കെട്ട ഒറ്റ രാത്രി കൊണ്ട് ഒരു ഉത്സവം നടത്താനുള്ള കാശുണ്ടാക്കാം ഈ ശരീരം കൊണ്ട്. അക്കാര്യത്തിൽ എടുത്തു പറയാൻ ചത്തുപോയ തള്ളയുടെ പാരമ്പര്യം ഉണ്ടല്ലോ നിനക്ക്. മോളെ ഒരു താട പിശാച്. പണ്ടാരടങ്ങാൻ മനസമാധാനമായിട്ട് ചീട്ട് കളിക്കാന്ന് വെച്ചാൽ അതിനും സമ്മതിക്കൂല. എടോ നാരായണൻകുട്ടി, ആ ഫോണൊന്നും എടുത്ത്. വീട്ടിൽ നിന്ന് പെണ്ണുമുള്ള അങ്ങനെ ആയിരിക്കും. ഓ ഹലോ, മുത്തങ്ങാക്കുഴി പോലീസ് സ്റ്റേഷൻ സ്പീക്കിംഗ്. സാറേ, ഞാൻ സഖാവ് ഗോപാലനാ. ഇവിടെ കവലയിൽ അടി നടന്നുകൊണ്ടിരിക്കുക. ആ ഗൗരിയിലെ ചന്ദ്രൻതൊടിയിലെ ഗുണ്ടകൾ തല്ലി കൊല്ലുന്ന തോന്നണ. കൊല്ലട്ടടോ, ആ തടിമാടന്മാരുടെ കൈകൊണ്ട് അടികൊണ്ട് ചാവാൻ അവക്ക് യോഗമെന്ന് വെച്ചാ. അല്ല ഗോപാല, ഇത്രയും കാലം ഈ നാട്ടിൽ തന്നെ ജീവിച്ചിട്ടും ഇപ്പൊ ആദ്യമായിട്ട് കാണുക കവലയിലടി. ആ പോയ ഇടങ്കയിൽ പകരം കിട്ടിയ STD ബൂത്തും കൂട്ടിപ്പിടിച്ച് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞൂടനക്ക്. സാർ, ഇത് ഭയങ്കര കഷ്ടമുണ്ടോ? പിന്നെ എന്തിനാണ് സാറേ നിങ്ങളൊക്കെ പോലീസാണെന്ന് പറഞ്ഞ് നടക്കണത്? അതിനിപ്പോ ആരാണോ പോലീസാണെന്ന് പറഞ്ഞ് നടക്കണത്? ഞാനിവിടെ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങല്ലായിരുന്നു. ഇജ്ജല്ലേ ഇപ്പൊ വിളിച്ചു കൊടുത്ത്. അപ്പൊ ശരി സഖാവേ, ലാൽ സലാം. ഓ സാറ് എന്നോട് ക്ഷമിക്കണം. സാറിനെ പോലെ തന്നെ ഈ പരുവത്തിൽ നമ്മളും ചുമരുമ്പോ കയറണ്ടെന്ന് വിചാരിച്ചിട്ടാ. അനുഭവമാണല്ലോ ഗുരു. എന്താടോ ഒറ്റക്ക് നിന്ന് കുറുകണേ? അവിടെ കവലയിൽ അടി തുടങ്ങിയത്രേ. ആഹാ, അപ്പൊ പുരോഗതി ഉണ്ടല്ലോ. പിന്നെ പണ്ടൊക്കെ ഉത്സവത്തിന് അന്നായിരുന്നു തല്ലലും കൊല്ലലും. ഇതിപ്പോ കൊടിയേറ്റത്തിന് അന്ന് തന്നെ തുടങ്ങിയോ? എന്റെ കർത്താവേ, എന്നാണാവോ ഈ നാടിന് ഇതിന്നൊക്കെ ഒരു രക്ഷ?